അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ സാധാരണ രീതിയിൽ നമ്മുടെ സ്മാർട്ട് ടി വി അല്ലെങ്കിൽ സ്മാർട്ട് പ്രൊജക്ടറിലൊക്കെ റിമോട്ടാണ് യൂസ് ചെയ്യുക അല്ലേ. ഫോർ എക്സാമ്പിൾ നമ്മൾ റിമോട്ട് യൂസ് ചെയ്യുന്നു, നമ്മളത് ആക്സസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. എന്നാൽ ഈ റിമോട്ട് യൂസ് ചെയ്യുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ് അല്ലേ. ഫോർ എക്സാമ്പിൾ നമ്മൾ യൂട്യൂബ് എടുത്തു, ഇനി യൂട്യൂബ് എടുത്തിട്ട് നമുക്കൊരു വീഡിയോ സെർച്ച് ചെയ്യണം. എന്നാൽ വീഡിയോ സെർച്ച് ചെയ്യണമെങ്കിൽ റിമോട്ടിൽ സെർച്ചിങ്ങും അത് കാര്യങ്ങളൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടാണല്ലേ. ഞാനിപ്പം A4 എക്സ്പ്ലോർ തന്നെ സെർച്ച് ചെയ്യാം. ഇങ്ങനെ ഓരോ കീയും അടിച്ചടിച്ച് കുറച്ച് സെർച്ച് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും അല്ലേ. നമ്മളിങ്ങനെ ഒരുപാട് സമയം എടുത്തിട്ട് നമ്മൾ സെർച്ച് ചെയ്യേണ്ടി വരും. ഞാൻ ഇന്ന് വേറൊരു ആപ്പ് പരിചയപ്പെടുത്താം. ഈ ആപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് സ്മാർട്ട് ടി വി ആയിട്ടോ അല്ലെങ്കിൽ സ്മാർട്ട് പ്രൊജക്ടറൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്കൊരു ഫോണിൽ തന്നെ ഫുൾ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതായത് നമ്മളൊരു റിമോട്ടിന് പകരം നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് നമ്മുടെ LED ടി വിയോ അല്ലെങ്കിൽ നമ്മുടെ LED പ്രൊജക്ടറോ അങ്ങനെ സ്മാർട്ടായിട്ടുള്ള ടി വിസൊക്കെ നമുക്ക് ഇതിൽ ഓപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ റിമോട്ട് ഒഴിവാക്കിയിട്ട് നമുക്ക് നേരെ ഫോണിലേക്ക് നോക്കാം. പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഷെയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പിന് സെർച്ച് ചെയ്താൽ ഷെയർ ആപ്പ് ഫോർ ആൻഡ്രോയിഡ് ടി വി നമ്മളതിൽ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ മതി, ഇത് ഓൾറെഡി ഇൻസ്റ്റാൾ ആയതുകൊണ്ട് തന്നെ ഇത് കാണിക്കും. ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ടി വിയിലും ഷെയർ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫറൻസ് വരും. നമ്മുടെ ഫോണും അതുപോലെ തന്നെ നമ്മുടെ ടി വിയും ഒരേ വൈഫൈയിലാണ് കണക്ട് ചെയ്തതെന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സൈഡിലെ QR കോഡ് സ്കാൻ ചെയ്യുക, അല്ലെങ്കിൽ നോർമലായിട്ട് ഡിവൈസ് ലിസ്റ്റിൽ ടി വിൻ്റെ പേര് വരും. അപ്പം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരൊറ്റ ക്ലിക്കിൽ തന്നെ ടി വി ആയിട്ടുള്ള കണക്ഷൻ ഫോണും എസ്റ്റാബ്ലിഷ് ചെയ്യും. അപ്പം ഇത്രയൊക്കെ സിമ്പിളാണ് ഇതിൻ്റെ പരിപാടി. അപ്പം ഷെയർ ടെക്നോളജി കോർപ്പറേഷൻ്റെ ഷെയർ തന്നെയാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഓപ്പൺ കൊടുത്ത് നോക്കാം. അപ്പോൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഇൻ്റർഫറൻസ് കാണാൻ പറ്റും, ഡിവൈസ് ലിസ്റ്റ്. അപ്പോൾ ഡിവൈസ് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഷെയർ 1270 അതാണ് എൻ്റെ സ്മാർട്ട് പ്രൊജക്ടറിൻ്റെ ഡിവൈസ് നെയിം അങ്ങനെ കൊണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ടി വി ഏതാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ടി വി ഏതാണോ അതനുസരിച്ചിട്ട് അതിൻ്റെ പേരിന് വ്യത്യാസം വരാം. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും സ്ക്രീൻ ഷെയർ സ്ക്രീൻ, അതുപോലെ തന്നെ ടി വി മിറർ എന്നുള്ള ഓപ്ഷനാണ്. ഷെയർ സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫോണിൻ്റെ സ്ക്രീന് അതേപോലെ ഷെയർ ചെയ്യാൻ പറ്റും. അത് നമ്മൾ സാധാരണ സ്ക്രീൻ മിററിംഗ് എന്ന് പറഞ്ഞ ടെക്നോളജി. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ടി വി മിററാണ്. ടി വി മിറർ എന്ന് പറഞ്ഞാൽ നമുക്ക് ടി വി അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഡിവൈസ് ഉണ്ടല്ലോ, ആ ടി വിയുടെ സ്ക്രീന് നമുക്ക് ഈ ഫോണിൽ വരുത്താൻ കഴിയും. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചിട്ട് ടി വി മിറർ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇതിപ്പോൾ എൻ്റെ പ്രൊജക്ടറിൻ്റെ സ്ക്രീനാണ്. ആ പ്രൊജക്ടറിൻ്റെ അതേ സ്ക്രീൻ നമുക്ക് ഭിത്തിയിൽ കാണാം. ഞാനിപ്പോൾ ഇവിടെ മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രൊജക്ടറിൽ മൂവ് ചെയ്യും. ഞാൻ മൈ ആപ്സ് ക്ലിക്ക് ചെയ്തു, കണ്ടില്ലേ അവിടെ മൈ ആപ്സ് വന്നു. അപ്പം ഇങ്ങനെ ഉപയോഗിക്കാം. നോർമലി ഫാസ്റ്റാണ്, എന്നാലും കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ടി വി റിമോട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ടി വി റിമോട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ എങ്ങനെയാണ് നോക്കാം. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ ടി വി, ഇവിടെ ഫോട്ടോ, ഓഡിയോ, വീഡിയോ, ഡോക്ക്, ക്യാമറ അങ്ങനെ ഇതൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാം ഇത് ഉപയോഗിച്ചിട്ട്. നമ്മൾ ജസ്റ്റ് റിമോട്ടിൽ ക്ലിക്ക് ചെയ്യാം. റിമോട്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ വരിക മൗസ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ. ഇപ്പോൾ മൗസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ മൗസ് ഓപ്ഷനാണ്. നമ്മളിങ്ങനെ മൂവ് ചെയ്യുന്നതനുസരിച്ച് ഇവിടെ ഒരു മൗസ് മൂവ് ചെയ്യും, കണ്ടില്ലേ VLCൻ്റെ അടുത്തെത്തി. ഈ മൗസ് നമുക്കിങ്ങനെ മൂവ് ചെയ്ത് സാധാരണ പോലെ ഉപയോഗിക്കാം. ഇനി നമുക്ക് യൂട്യൂബാണ് എടുക്കേണ്ടതെങ്കിൽ ജസ്റ്റ് യൂട്യൂബിലൊന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മൾ മൗസ് ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന പോലെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെർച്ചാണ് ചെയ്യേണ്ടതെങ്കിൽ നമുക്കിപ്പോൾ പുതിയൊരു എൻ്റെ ഒരു വീഡിയോനെ സെർച്ച് ചെയ്യാം. യൂട്യൂബ് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് സെർച്ചിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുക. സെർച്ചിൽ പോയി ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെർച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സാധാരണ റിമോട്ടിലും ഇതേ സെയിം സംഭവമല്ലേ, പിന്നെ ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്നല്ലേ. പക്ഷേ ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ റിമോട്ടിൽ ഇതുപോലെ ഫോർ എക്സാമ്പിൾ എൻ്റെ ചാനൽ A4 എക്സ്പ്ലോർ സ്പേസ് ചെയ്യുക, അതിനുശേഷം ഇത് ചെയ്യുക, അങ്ങനെ കുറേ ഇപ്പോൾ A4 എക്സ്പ്ലോർ എന്ന് അടിക്കണമെങ്കിൽ തന്നെ കുറേ ടൈം എടുക്കും അല്ലേ. എന്നാൽ ഇവിടെ താഴെ കണ്ടില്ലേ ഒരു ഓപ്ഷൻ, നമ്മൾ ജസ്റ്റ് ഈ കീബോർഡിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വേണ്ടത് അത് നമുക്ക് ഡയറക്റ്റായിട്ട് അടിക്കാം. ഫോർ എക്സ്പ്ലോർ എൻ്റർ.
എത്ര പെട്ടെന്നാണ് അല്ലേ. ടച്ച് ഓപ്ഷൻ കുറച്ചുകൂടി സെൻസിറ്റീവ് ആണ്. നമുക്ക് വേറെ ഓപ്ഷൻ ഉണ്ട്. ഇതിപ്പോൾ ബാക്ക് ബട്ടണാണ്, ഹോം ബട്ടണാണ്. ഇനി കീസ് ഓപ്ഷൻ ഉണ്ട്. കീസ് ഓപ്ഷൻ ആണെങ്കിൽ സാധാരണ റിമോട്ട് ഉപയോഗിക്കുന്ന പോലെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻ, നമ്മൾ ഫോണ് സാധാരണ ഒരു കീബോർഡ് പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ആപ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ആപ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്മാർട്ട് ടി വിയിൽ ഇൻസ്റ്റാൾ ആയ ആപ്പൊക്കെ ഡയറക്റ്റ് ആയിട്ട് ഫോൺ വഴി നമുക്ക് ഓപ്പൺ ചെയ്യാം. ഫോർ എക്സാമ്പിൾ യൂട്യൂബ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് യൂട്യൂബ് അവിടെ ഓപ്പൺ ആവും. അതിനുശേഷം നമുക്ക് വേണ്ട സാധനം നമുക്ക് സെർച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. ഇത്രയും സിമ്പിളാണ്. അതുപോലെ തന്നെ സെൻസിറ്റിവിറ്റി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യാം, എയർ മൗസ്. അതിൻ്റെ സെൻസിറ്റിവിറ്റി എത്രയാണോ വേണ്ടത് അതനുസരിച്ച് നമുക്ക് സെൻസിറ്റിവിറ്റി ചെയ്യാം. സെൻസിറ്റിവിറ്റി ഇപ്പോൾ 0.15 ആണുള്ളത്, നമുക്കത് മാറ്റാം. അതുപോലെ തന്നെ നമുക്ക് ഹോമിൽ പോയി കഴിഞ്ഞാൽ ആപ്സ് ഉണ്ട്. ഇനി ഇതിൽ തന്നെയുള്ള ആപ്പും വീഡിയോസൊക്കെ പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഓപ്ഷൻ ഉണ്ട്. നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഷെയർ ചെയ്യാം. വളരെ ഷോർട്ടായിട്ടുള്ള വീഡിയോ ആണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ ഒക്കെ ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.